കർത്താവേ, ഇവരൊന്നായിരിക്കുന്നത് പോലെ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികളുടെ ഈ സ്നേഹം കണ്ടിട്ടാണ് ഇവർ ആ നസ്രായൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നതെന്നറിയണം. അവർക്ക് ഒന്നും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല, ദാരിദ്ര്യമുണ്ടായിരുന്നില്ല, അധിക സമ്പത്തുണ്ടായിരുന്നില്ല. കാരണം എല്ലാം ഇങ്ങനെ കോമൺ ആയിട്ട് പങ്കുവെച്ചിരുന്ന മനുഷ്യരായിരുന്നു അവർ. അത് കണ്ടിട്ടാണ് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകം മുഴുവൻ അറിയും. ഇത് കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് സംഭവിക്കട്ടെ. ഈ ലോകം മുഴുവൻ നമ്മളെ നോക്കി എന്തൊരു സ്നേഹമാണ് ഇവർക്ക്, എന്തൊരു ഒരുമയാണ് ഇവർക്ക്, എന്തൊരു കൂട്ടായ്മയാണ്, എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതെന്നൊക്കെ അത്ഭുതപ്പെടുന്ന വിധത്തിൽ സ്നേഹം ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന വലിയ അപേക്ഷയോടുകൂടെ അവൻ്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് സ്നേഹം പഠിപ്പിച്ച, ജീവൻ തന്ന് സ്നേഹം പഠിപ്പിച്ച ആ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് ആ വിശുദ്ധമായ സ്നേഹത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ആശീർവദിക്കാൻ അവിടുത്തെ സ്നേഹം അയക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അവൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം.